ശേഷാദ്രിനാഥന്റെ നിയമന വിവാദം. PM നിയാസിനെതിരെ യൂത്ത് ലീഗ്. PM നിയാസ് മന്ത്രി KM ഷാജിയെയും മുസ്ലിം ലീഗിനെയും ലക്ഷ്യം വെച്ച് അറ്റാക്ക് ചെയ്യുന്നുവെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത്. PM നിയാസ് ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ നിലവിൽ ഈ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിയമിച്ചത് കേരള സർക്കാരാണ്, ക്യാബിനറ്റ് നിയമിച്ചതുമായി ബന്ധപ്പെട്ട് KM ഷാജി അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി അറ്റാക്ക് ചെയ്യുക. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം ക്യാബിനറ്റ് തീരുമാനം. ശേഷാദ്രിനാഥ സംഘപരിവാർ അനുകൂലിയാണെങ്കിൽ PM നിയാസ് അത് തെളിയിക്കണം. KM ഷാജി സംഘപരിവാറിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന തരത്തിലാണ് പ്രചരിക്കുന്നത്. ഇത് അപലപനീയമാണെന്നും അൻവർ സാദത്ത് പറഞ്ഞു. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുതുതായി തീരുമാനിച്ച ഇലക്ഷൻ കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷൻ ശേഷാദ്രിനാഥ് സംഘപരിവാർ അനുകൂലിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് അദ്ദേഹം ഉന്നയിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും ഒക്കെ അത് ഉന്നയിക്കും. പക്ഷേ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഉന്നയിക്കേണ്ടത്. ശേഷാദ്രിനാഥ് ഏകദേശം 25 വർഷത്തിലധികമായിട്ട് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ജുഡീഷ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘപരിവാറിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ കാലത്തിനിടയിൽ അദ്ദേഹം അവർക്ക് അനുകൂലമായി എടുത്ത ഏതെങ്കിലും ഒരു നിലപാട് അന്യായമായി, ഇനി അയാൾക്ക് എതിരെ മാത്രമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ വ്യക്തിക്കോ എതിരെ നിയമവിരുദ്ധമായോ അതല്ലെങ്കിൽ നിയമത്തെ അവർക്ക് വേണ്ടി അനുകൂലമാക്കുന്ന തരത്തിലോ എടുത്തിട്ടുള്ള ഒരു നിലപാട് ഉയർത്തി കാണിക്കാൻ, അതിൻ്റെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് അതിനെ ഗവൺമെൻറ്റിനെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഉണ്ടാവും. അതിൽ KM ഷാജി സാഹിബിനോ അതല്ലെങ്കിൽ UDF-നോ ആ കാര്യത്തിൽ യാതൊരു നിർബന്ധമില്ല. അങ്ങനെ ഒരു കൃത്യമായ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ അത് മാറ്റുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചോ ചിന്തിക്കാനോ വലിയൊരു പ്രയാസം കാണും. മുമ്പ് ഇത്തരം ആരോപണങ്ങൾ വന്ന വിഷയങ്ങളിലൊക്കെ സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.